ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സെലക്ഷൻ, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെലക്ഷൻ, അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സെലക്ഷൻ പ്രോസസ്സ്. എന്താണ് സെലക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. Selection is the process of choosing the most suitable person from all the applicants. Selection process starts immediately after recruitment. Recruitment is the process of inviting applicants from probable candidates, but selection is the process of elimination. അപ്പോൾ എന്താണ് സെലക്ഷൻ? റിക്രൂട്ട്മെൻറ്റിന് ശേഷം വരുന്ന ഒരു സ്റ്റെപ്സാണ്. റിക്രൂട്ട്മെൻറ്റ് നമ്മൾ പഠിച്ചിരുന്നു, പോസിറ്റീവ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എലിമിനേഷൻ പ്രോസസ്സാണ്. അതുകൊണ്ട് ഈ നെഗറ്റീവ് പ്രോസസ്സാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരംഭിക്കുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ സെലക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ചൂസിങ് ദി മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഫ്രം ഓൾ ദി അപ്ലിക്കൻസ്. വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് യോജിച്ച അപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ ഇൻ ദി വേർഡ്സ് ഓഫ് ഡെയിലി ഓർഡർ. ഡെയിലി ഓർഡർ ഡിഫൈൻ ചെയ്യുന്നത് സെലക്ഷൻ ഈസ് ദി പ്രോസസ് in which candidates for employment are divided into two classes: those who are to be offered employment and those who are not. അല്ലേ? എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നതും അതുപോലെ തന്നെ കൊടുക്കാത്തതുമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫിക്കേഷൻ വരികയാണ് ചെയ്യുക. സെലക്ഷൻ പ്രോസസ്സ് അവസാനിക്കുന്നതോടുകൂടി എല്ലാവർക്കും ജോലി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ജോബ് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ എന്താണ്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ ചൂസ് ചെയ്യും, അവർക്ക് നമ്മൾ ജോലി കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത വ്യക്തികൾക്ക് നമുക്ക് ജോലി കൊടുക്കാനുണ്ടാവില്ല. നെക്സ്റ്റ് നമുക്ക് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സെലക്ഷൻ പ്രോസസ്സ്. നമ്മൾ വളരെ ബ്രീഫായിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് സ്റ്റെപ്സ് സെലക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിലാണ് സെലക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്സ് ആയിട്ട് റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻ. ആദ്യത്തെ സ്റ്റെപ്സ് ആണ് റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻ. if there are vacancies, it will be notified in newspaper, notice board, etc. These applications are accepted up to a particular date which is notified in the notification. വേക്കൻസി ഉണ്ടെങ്കിൽ അത് ന്യൂസ് പേപ്പറിൽ കൂടി അതുപോലെ തന്നെ നോട്ടീസ് ബോർഡിലൂടെയൊക്കെ അറിയിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെ എന്ത് ചെയ്യും, അത് ഓപ്പൺ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ആഫ്റ്റർ ദി പ്രിസ്ക്രൈബ്ഡ് ഡേറ്റ്, ദി പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് എ ഡീറ്റെയിൽഡ് സ്ക്രൂട്ടിനി ഓഫ് ദീസ് ആപ്ലിക്കേഷൻസ്. ദേ പ്രൈമർലി റിജക്ട് applications of those applicants who do not possess the required qualification. ഇവിടെ തന്നെ എന്ത് ചെയ്യും, അവിടെ തന്നെ നമ്മൾ പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാത്ത അപ്ലിക്കൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്സ് പ്രിലിമിനറി ഇൻ്റർവ്യൂ. പ്രിലിമിനറി ഇൻ്റർവ്യൂ ഈസ് കൺസിഡേർഡ് ആസ് ദ ബേസിക് ഇൻ്റർവ്യൂ. It is normally conducted by the assistant receptionist or secretary of personnel department. അത്തരത്തിലുള്ള അസിസ്റ്റന്റുമാരോ റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ഒക്കെയാണ് പ്രിലിമിനറി ഇൻ്റർവ്യൂ നടത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. ദി ബേസിക് ഐഡിയ ബിഹൈൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ഈസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ദി കാൻഡിഡേറ്റ്സ് ആർ ഫിറ്റ് ഫോർ ദി ജോബ് ഓർ നോട്ട്. കാൻഡിഡേറ്റ് ജോലിക്ക് ഫിറ്റ് ആണോ അല്ലേ എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. ദി കാൻഡിഡേറ്റ് ആർ ആസ്ക്ഡ് ടു സർട്ടൻ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദിയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ഏജ്. അതുപോലെ തന്നെ അപ്പിയറൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് കാൻഡിഡേറ്റ് ആർ ഓൾസോ എക്സാമിൻഡ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളിവിടെ പ്രിലിമിനറി ഇൻ്റർവ്യൂവിൽ നമ്മൾ ചെക്ക് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നടത്തുന്നത് അസിസ്റ്റൻ്റുമാരായിരിക്കും അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് അത്തരത്തിലുള്ളതായിരിക്കും. എന്നിട്ട് എന്താണ്, അതിൽ അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്
blank application form. Blank application form. The applicants who are selected at preliminary interview are given a blank application form. ഈ ഒരു ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബയോഡാറ്റ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്പെക്റ്റഡ് സാലറി, റെഫറൻസ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലിക്കൻസ് ഹു ആർ സെലക്റ്റഡ് അറ്റ് പ്രൈമറി ഇൻ്റർവ്യൂ ആണ്, അവർക്കാണ് എന്ത് കൊടുക്കുന്നത്, അപ്ലിക്കേഷൻ ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ദേ ആർ റിക്വയർഡ് ടു ഫിൽ അപ്പ് ദി അപ്ലിക്കേഷൻ ഫോം ഇൻ ദെയർ ഓൺ ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളതാണ് അവരെ കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു അപ്ലിക്കേഷൻസ് നമ്മൾ ഫില്ല് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ. ബയോഡാറ്റ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്പെക്റ്റഡ് സാലറി, അതുപോലെ തന്നെ റെഫറൻസ്. നെക്സ്റ്റ്, ടെസ്റ്റ്. After the preliminary interview, the candidates are asked to appear for selection test. It is mainly done to examine the suitability of the candidate for a job. Tests help to reduce bias in selection. Tests are adopted when the numbers of applications are large. അപ്പം വളരെ കൂടുതലാണ് അപ്ലിക്കേഷൻ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് വീണ്ടും ഒരു ഫിൽട്ടർ നടത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ടെസ്റ്റ്. പല രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പേർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൃത്യമായിട്ട് അവരെ സ്കില്ലും നോളജൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടെസ്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് വളരെ കൂടുന്ന കേസുകളിലാണ് നമ്മൾ ടെസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇൻ്റർവ്യൂ. Filled application form and tests give information about candidate, but this information is not sufficient for final selection. Management wants to know the candidate personality, manners, alertness, general traits. For this purpose, interview is conducted. Interview is a face-to-face talk between employer and applicants. ഇവിടെ എന്താണ്, വളരെ ലൈവായിട്ടുള്ള കൃത്യമായിട്ട് എംപ്ലോയീസിനെ വിലയിരുത്തണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ തന്നെ കണ്ടക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ കൃത്യമായിട്ട് പല കാര്യങ്ങളും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റിൻ്റെ പേഴ്സണാലിറ്റി, മാനേഴ്സ്, അതുപോലെ തന്നെ നമ്മളെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് കാൻഡിഡേറ്റ്സിനുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് വഴി വിലയിരുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നടന്നിട്ട് അവസാന ഭാഗത്തേക്കാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്നുള്ളൊരു പ്രോസസ്സ്. കാരണം എന്താണ്, വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ എക്സ്പേർട്സിനൊക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ടെസ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ചെക്കിംഗ് റെഫറൻസസ്. In the blank application form, there is a column for giving references. The candidates are required to write the name of one or two important, respected and reputed persons in his locality. ഇവിടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ കോണ്ടാക്ട്സുകൾ ചോദിക്കും. അവർ എന്നിട്ട് എന്ത് ചെയ്യും, എംപ്ലോയർ അവർക്ക് ആവശ്യമുള്ള സമയത്ത് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. റെഫറൻസ് കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കില്ല് കാൻഡിഡേറ്റ്സിനുണ്ടോ, അതുപോലെ തന്നെ മറ്റ് ക്യാരക്ടറുകൾ, ഇത്തരത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് റെഫറൻസ് വഴി കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ വെൽ നോൺ പേഴ്സണാലിറ്റീസിൻ്റെ
പേരുകളാണ് സാധാരണ ആവശ്യപ്പെടാറുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്യാണ്. അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ വളരെ സാധാരണ രീതിയിൽ അവരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ടെലിഫോൺ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അതുവഴി കാൻഡിഡേറ്റ്സിന് പല പോരായ്മകളും ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്സ് അപ്രൂവൽ ഓഫ് ദി സൂപ്പർവൈസർ. ഇവിടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, സൂപ്പർവൈസേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടേണ്ടതായിട്ടുണ്ട്. ദ നെയിം ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദി കാൻഡിഡേറ്റ് സെലക്റ്റഡ് ഈസ് സെൻഡിങ് ടു ദി സൂപ്പർവൈസർ ഫോർ അപ്രൂവൽ. സൂപ്പർവൈസർ അപ്രൂവലിന് വേണ്ടിയിട്ട് അവരുടെ ഡീറ്റെയിൽസും പേരുകളൊക്കെ എന്ത് ചെയ്യും, അയച്ചു കൊടുക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ കാൻഡിഡേറ്റ് ജോബിന് ഫിസിക്കലി ഫിറ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്താനാണ്. എന്തെങ്കിലും സിവിയർ ഡിസീസ് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ്. ദി ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് ഈസ് റിക്വയർഡ് ടു go for medical examination. He will examined by a doctor to check whether he is suffering from any disease which will render him physically unfit for the job. ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ വഴി നമ്മുടെ ജോലിക്ക് പറ്റാത്ത ആളാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നെക്സ്റ്റ് ഫൈനൽ സെലക്ഷൻ. ആഫ്റ്റർ completing all the above formalities, the successful candidates are given appointment order. ഈ അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും ഡേറ്റ് ഓൺ വിച്ച് ദ കാൻഡിഡേറ്റ് ഈസ് റിക്വയർഡ് ടു ജോയിൻ. ആ ഡേറ്റിൻ്റെ മുൻപോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിലോ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും, ഇൻറ്റിമേഷൻ കൊടുക്കുകയാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ പ്രകാരം ചെയ്യുന്നത്. ദെൻ പ്ലേസ്മെൻറ്റ്. When the candidate is selected and appointed, he is posted to a particular position for which he is selected. ഇപ്പോൾ എന്താണ്, കാൻഡിഡേറ്റിനെ ഒരു പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പൊസിഷൻ ഈസ് ദി ജോബ് ഫോർ വിച്ച് ഹി ഈസ് എംപ്ലോയിഡ്. പ്ലേസ്മെൻറ്റ് റെഡ്യൂസസ് absenteeism, accidents and labor turnover by ensuring the appointment of the candidate for the post for which he is best suited. അപ്പോൾ കൃത്യമായിട്ട് റൈറ്റ് പോസ്റ്റിലേക്ക് തന്നെ കാൻഡിഡേറ്റിന് പ്ലേസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ആബ്സെൻറ്റീസം ഒഴിവാക്കാൻ പറ്റും, അതുപോലെ തന്നെ ആക്സിഡൻ്റൽ ഇഷ്യൂസുകൾ ഒഴിവാക്കാൻ പറ്റും, ലേബർ ടേൺ ഓവറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. കൃത്യമായ അവർക്ക് ആവശ്യമുള്ള പോസ്റ്റിലേക്ക് തന്നെ, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് തന്നെ കാൻഡിഡേറ്റിനെ എത്തിക്കുന്നത് വഴി ഇതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ. Induction is a process of inducting an employee into the social setup of his work. In other words, it is a welcoming process through which he feels at home and a feeling is generated in him that it is his own job and his own organization. നമുക്കറിയാം, നമ്മളൊരു പുതിയ ഓർഗനൈസേഷൻ, പുതിയൊരു സെറ്റപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, എല്ലാം ഒരു അപരിചിതമായ ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യും. അത്തരത്തിൽ നെർവസ്നെസ് ഒക്കെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ വഴി അത്തരത്തിലുള്ള നെർവസ്നെസ്സും അതുപോലെ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ അവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായിട്ട് ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ നടത്തിയാൽ എംപ്ലോയീസിന് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്സാണ് ഇൻഡക്ഷൻ ഓർ ഓറിയൻറ്റേഷൻ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെപ്സുകളാണ് പ്രധാനമായിട്ടും. വളരെ വലിയൊരു ടോപ്പിക്സാണ് ഇത്. നമുക്ക് ബ്രീഫായിട്ട് നമുക്ക് ആ പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കഷൻ നടത്തിയതാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ സെലക്ഷനാണ് നമ്മൾ ഡിസ്കഷൻ നടത്തിയത്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലിമിനേഷൻ പ്രോസസ്സാണ്. ആ ഒരു എലിമിനേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട്മെൻറ്റിൽ സെലക്ട് ചെയ്ത എംപ്ലോയീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. ദെൻ ഇതൊരു ഡിഫൈൻ ചെയ്തത് രണ്ട് പാർട്ടാക്കുന്ന രീതിയിലാണ് ഡെയിലി ഓർഡർ ഡിഫൈൻ ചെയ്തത്. സെലക്ഷൻ ഈസ് ദി പ്രോസസ് in which candidate for employment are divided into two classes, those who are to be offered employment and those who are not. അപ്പം ജോലി കൊടുത്ത ഒരു വിഭാഗമായിട്ടും ജോലി കൊടുക്കാൻ പറ്റാത്തൊരു വിഭാഗമായിട്ടുമുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ഡെഫിനിഷനിൽ പറയുന്നത്. ദെൻ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സെലക്ഷൻ പ്രോസസ്.
selection, receipt and scrutiny of application, preliminary interview, blank application form, test, then interview, checking references, approval of the supervisor, medical examination, final selection, placement, induction or orientation. അപ്പോൾ ഇതിൻ്റെ പല ടോപ്പിക്കുകളും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ടെസ്റ്റുകൾ തന്നെ പല ടെസ്റ്റും നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, പല രീതിയിലുള്ള ഇൻ്റർവ്യൂസ്, ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് ആയിട്ട് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കഷൻ നടത്താം. ഈ കാര്യങ്ങൾ നന്നായിട്ട് നോട്ട്സ് എഴുതുക, എന്നിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സാധാരണ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ടോപ്പിക് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.